ഫ്ലക്സ് ബോർഡുകൾ തകർത്ത സംഭവം തെറ്റായ പ്രചരണം നടത്തുന്നു. LDFന് പങ്കില്ല. ചെയ്തത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ. പ്രതികരണവുമായി LDF നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയായ ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ തകർത്ത സംഭവത്തിൽ LDFന് പങ്കില്ലെന്നും പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചതാകാമെന്നും അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാർ ചെയ്തതാകാമെന്നും LDF നേതാക്കളായ മാത്യു നൈനാൻ, സനിൽ വാണിയമ്പാറ, മനു പുതിയമഠം എന്നിവർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ പ്രിയങ്കരനായ K രാജനെതിരെയും LDF പ്രവർത്തകർക്ക് നേരെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അഴിച്ചുവിടുന്നതെന്നും ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിന്റെ നിയമം അനുസരിച്ച് പൊതുസ്ഥലങ്ങളിൽ ബോർഡ് വെക്കുന്നത് അത് ശിക്ഷാർഹമാണ്, നിയമവിരുദ്ധമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ബോർഡ് വെച്ചാൽ അത് നശിപ്പിക്കുവാൻ, അത് എടുത്തു മാറ്റുവാൻ, അത് കീറിക്കളയുവാൻ അതിന് വേണ്ടപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് ചെയ്തേ മതിയാവും. എന്നാൽ ഏതാണ്ട് 2-3 ദിവസം മുമ്പ് ഇവിടെ നവമാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിൽ കൂടി വലിയ ഒരു പ്രചാരവേല സംഘടിപ്പിക്കുകയാണ് UDFന്റെ പ്രവർത്തകർ, അവരുടെ നേതാക്കൾ. അത് ഇത്രയും മനുഷ്യത്വപരമായി ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വളരെ പ്രിയങ്കരൻ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രിയപ്പെട്ടവനായ അഡ്വക്കേറ്റ് K രാജൻ, ആ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചിട്ടാണ് ചില UDFന്റെ നേതാക്കൾ ഇത്തരം പോസ്റ്റുകൾ നിർമ്മിച്ച് പുറത്തേക്ക് വിടുന്നത്. അഡ്വക്കേറ്റ് K രാജനും രാജന്റെ അനുഭാവികളും UDF സ്ഥാനാർത്ഥിയുടെ ബോർഡ് കീറിയെന്ന വളരെ നികൃഷ്ടമായ തരത്തിലുള്ള പ്രചാരവേല നടത്തുവാൻ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഈ UDFന്റെ നേതാക്കൾ ചെയ്തിട്ടുള്ളത്. അവർക്ക് സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ പൊതുനിരത്തിൽ വെച്ച ബോർഡ് കീറിയത് ആരെന്ന് അവർക്കൊന്ന് അന്വേഷിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചോളം, ഞങ്ങൾ അതിൽ യാതൊരുവിധ പ്രതികരണത്തിനും പോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് അതിന് സമയമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും ഞങ്ങളുടെ മുന്നണി ഈ 10 വർഷമായി ചെയ്ത നേട്ടവും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യം അണക്ക് തന്നെ ആ ജനങ്ങൾ ഈ സ്ഥാനാർത്ഥി ഏറ്റെടുത്തത് വളരെ ആവേശകരമായി അതിനോടൊപ്പം ഞങ്ങൾ നിന്ന് പ്രവർത്തിക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധാരണ പോലീസ് വിളിക്കാറുള്ള യോഗം, ആ യോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതാക്കളും അണക്ക് തന്നെ NDAയുടെ നേതാക്കളും UDFന്റെ നേതാക്കളും പങ്കെടുത്ത യോഗത്തിൽ വളരെ കൃത്യമായും പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത്, പൊതുനിരത്തിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ആ ബോർഡുകൾ കീറിക്കളഞ്ഞിട്ടുണ്ട്, എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇത് UDFന്റെ ബോർഡുകളാണ് അധികവും ഇങ്ങനെ കീറിയതും എടുത്തു മാറ്റിയതും. കാരണം അവരാണ് അത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ വെച്ചിട്ടുള്ളത്. അത് ചില പരാതികൾ ലഭിക്കുകയും ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം അത് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ അത് ഇത്തരത്തിലുള്ള രീതിയിലെ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരാണ് നശിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി ഈ യോഗത്തിൽ പറയുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചുള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഇത് ഒന്നുകിൽ UDF തന്നെ ചെയ്തിട്ട് അവർ ഇത്തരത്തിൽ ഒരു പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ട് അതുവഴി എങ്ങനെങ്കിലും ജനങ്ങളുടെ ഇടയിൽ സഹതാപം പിടിച്ചു പറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ പ്രചരണ രീതി, അത്തരത്തിലുള്ള ഒരു ഉപദേശമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.